മരുന്ന്, വരാൻ പോകുന്നു എന്ന പേടിയിലും മരുന്ന്. എന്നിട്ടോ മരുന്ന് കുടിച്ചതിൻ്റെ പേരിൽ പുതിയ രോഗം വന്ന് എന്നിട്ട് വീണ്ടും മരുന്ന്. സാധാരണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല, അറിയില്ല. ചില ആളുകൾക്ക് മരുന്നിൻ്റെ എണ്ണം കുറഞ്ഞ ബേജാറാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. മരുന്നിൻ്റെ എണ്ണം കുറഞ്ഞ ബേജാറുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. ഡോക്ടറെ അടുത്ത് പോയിട്ട് മൂപ്പര് സൂക്കേടില്ല എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്കൊന്നും തൃപ്തിയാവില്ല. അയാൾക്ക് എന്തോ തിരിവാട് കുറവാന്നാ പറയാ. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണത്. തിരിവാട് കുറവ് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്തോ തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വലിയ ഡോക്ടറെ കാണിക്കാൻ. ഇത് പഴയ സീനിയർ MBBS ആയിരിക്കും. പഴയ സീനിയർ MBBS എന്നൊക്കെ പറഞ്ഞ മഹാസംഭവമാണ്. മഹാസംഭവങ്ങളാണ്, വലിയ കഴിവുള്ളവർ. ഇപ്പോൾ കോഴിക്കോട് CK രാമേന്ദ്രൻ സാർ, CKR എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, CK രാമേന്ദ്രൻ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളൊക്കെ വളരെ ആദരിക്കുന്ന ബഹുമാനം. ഞാൻ CK രാമേന്ദ്രൻ സാറെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ അറിയാനും പഠിക്കാനും, വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് മികച്ച ആളുകളായത്. പ്രവാചക വൈദ്യത്തിൻ്റെ പ്രസക്തി എന്ന പേരിൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു ഒരു ലഘു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഡോക്ടർ CK രാമചന്ദ്രൻ എഴുതിയൊരു ലഘു കുറിപ്പുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി. ആരോഗ്യ വിഷയത്തിൽ പ്രവാചക വൈദ്യ അധ്യാപനങ്ങളുടെ പ്രസക്തി എന്നാണ് അദ്ദേഹം എഴുതി വെച്ച കുറിപ്പിൻ്റെ പേര്. ഞാൻ ആദരവോടെ എൻ്റെ കൺസൾട്ടിംഗ് റൂമിൻ്റെ മേശപ്പുറത്ത് അത് വെക്കാറുണ്ട്. ഇങ്ങനെ വളരെ കഴിവുള്ള പഴയ കാലത്തെ ഡോക്ടേഴ്സും ഉണ്ട്, മനസ്സിലാക്കണം. അവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മരുന്നെഴുതൂ. ഇപ്പം എൻ്റെ കണ്ണൂർ രൈരു ഗോപാൽ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആകെ കൂടി ആശുപത്രി പോയി വരുമ്പോഴത്തേക്ക് 30-40 രൂപയാണ് രോഗിക്ക് ചെലവ്, മനസ്സിലാക്കണം. 10 രൂപ ഫീസും ഒരു 10-20 രൂപയുടെ മരുന്നും. ഇന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഡോക്ടറുടെ മുഖം ആണെങ്കിൽ 300 രൂപ. അവിടെ ടോക്കൺ എടുത്ത വക ആശുപത്രിക്ക് 50 രൂപ വേറി, 450 രൂപ. നിങ്ങളുടെ നാട്ടിലെ കഥയല്ല, ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ചില സ്ഥലത്തുള്ള കഥ പറഞ്ഞതാണ്. ആകെ കൂടി 450 രൂപ ആദ്യം തന്നെ വാങ്ങി വെച്ചു. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ, വല്ല ഗുണമുണ്ടോ? 15 കൊല്ലം വേണമെങ്കിൽ ഈ 450 അയാൾ വാങ്ങും. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, വല്ല മാറ്റമുണ്ടോന്ന്. പ്രൊഫസർ ജെയിംസ് എന്ന പേരുള്ള വലിയ പ്രഗത്ഭനായ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ടായിരുന്നു, പ്രൊഫസർ ജെയിംസ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഓർമ്മിച്ചുവാണ്. ഞാൻ അധിക സദസ്സിൽ പറയുന്ന കാര്യം തന്നെ എവിടെയും പറയണത്. എനിക്ക് വിഷയം മാറ്റി തരാത്തതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഒരേ പ്രസംഗം തന്നെയാണ് പറയുന്നത്. വേറെന്തെങ്കിലും വിഷയം പറയണ്ടേ? നിങ്ങൾ ഒരു ഡോക്ടറെ 5 വർഷം തുടർച്ചയായി ഒരു ഡോക്ടറെ തന്നെ നിങ്ങൾ കാണാൻ പോയാൽ ഒരു രോഗത്തിന്, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇത്, ഒരു രോഗത്തിന് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ കാണാൻ 5 വർഷം പോയാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് 20 രോഗം തരും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ആ ഡോക്ടർ നിങ്ങൾക്ക് എത്ര രോഗം തരും? 20 രോഗം തരും. ഇനി എണ്ണിക്കോ, തല മുതൽ കാല് വരെയുള്ള രോഗം എണ്ണിക്കോ. നിങ്ങൾ കാണാൻ പോയ കൊല്ലം എണ്ണിക്കോ. ഇതൊരു സാധാരണക്കാരൻ പറഞ്ഞ വാക്കല്ല, ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞ വാക്കല്ല. ചിലപ്പോഴൊക്കെ നമ്മളെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ നിരന്തരം അന്വേഷണം നടത്തിയിട്ടൊക്കെ ചില ലേഖന കുറിപ്പുകളൊക്കെ എഴുതി. ഇതങ്ങനെയല്ല. കൃത്യമായി മരുന്നുകളെക്കുറിച്ച് നല്ല അറിവുള്ള, മെഡിസിനെ കുറിച്ച് നല്ല അറിവുള്ള, കെമിക്കൽ കോമ്പൗണ്ട്സുകളെ കുറിച്ച് നല്ല അറിവുള്ള ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ എഴുതി വെച്ചതാണിത്. അതാ ഞാൻ പറഞ്ഞത്, രോഗത്തെക്കാൾ മരുന്നുകളെ ഭയപ്പെടേണ്ട ഒരു കാലമാണിത്. രോഗത്തെക്കാൾ മരുന്നുകളെ ഭയപ്പെടണം. എറണാകുളം ജില്ലയിൽ, ആലപ്പുഴയിൽ, കൊല്ലം ജില്ലയിലൊക്കെ പനി പിടിച്ച് വ്യാപകമായി ആളുകൾ മരിക്കുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്നെൻ്റെ കണ്ണൂരുകാരിയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി.
എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറായിരുന്നു ആരോഗ്യ. ആ പാവം സ്ത്രീ ഒരുപാട് ചീത്ത കേട്ടു, പനി പിടിച്ച ആൾ മരിച്ചതിൻ്റെ പേരിൽ. അവസാനം ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട്. എന്താണിത്? അമിതമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും അമിതമായി വേദനാസംഹാരികൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം താറുമാറായതിൻ്റെ കാരണം ഇവർക്ക് മരുന്ന് എഫക്റ്റ് ചെയ്യുന്നില്ല. അത് കാരണമാണ് പരിപിടിച്ച ആളുകൾ വ്യാപകമായി മരിക്കേണ്ടി വന്നത്. പനി പിടിച്ച ആളുകൾ മരിക്കുക. പനി പറയുമ്പോഴേക്കും കേരളക്കാർ പേടിക്കുന്നു. പുതിയ വാർത്ത അങ്ങനെയല്ലേ? അല്ലാന്ന് പറയാനൊക്കോ? പനി പറയുമ്പോഴേക്കും നമ്മൾ പേടിക്കുന്നു അല്ലേ? പനി പിടിച്ച് കിടപ്പിലായ ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ നമ്മളൊക്കെ പേടിച്ചിട്ട്? ഇല്ലേ? പനി പിടിച്ച ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ? നമുക്കന്ന് ഓർമ്മ വന്നോ? പനി പകരില്ല, ലാ അദുവ വലാ തീറത്ത എന്ന ഹദീസ് നമുക്ക് ഓർമ്മ വന്നില്ലല്ലോ. രോഗം പകരില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിൽ വന്നില്ല. രോഗത്തിന് പകരാനുള്ള കഴിവില്ല. രോഗം ഇറങ്ങും, ഒരു സമൂഹത്തിലേക്ക് രോഗം ഇറങ്ങും. ആ സമയത്ത് പ്രതിരോധശേഷിയില്ലാതെ നിൽക്കുന്ന ശരീരത്തിലൊക്കെയും ആ രോഗം ഇറങ്ങും. രോഗാണു ഇറങ്ങും. രോഗമുണ്ടാക്കുന്ന ഘടക വസ്തു, വൈറസ് എന്താണോ അതിറങ്ങും. അതിനെ പ്രതിരോധിക്കാനുള്ള ക്ഷമത ആ സമയത്തുള്ള ശരീരത്തിലൊന്നും ഈ രോഗാണുവിന്. ഇപ്പോൾ രോഗം വന്ന് എന്തു പനിയാണ് നിങ്ങളുടെ ഈ ഭാഗത്ത്? നിപ്പ വന്ന് മരിച്ച വീട്ടിലെ മരിക്കാത്ത ആളിപ്പോഴും ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? നിങ്ങളതൊന്നും അന്നേരം ചിന്തിക്കൂല. അന്ന് മീഡിയയിൽ വളരെ വിരളി പിടിച്ച് ശരീരമാസകലം ബാൻഡേജ് ചെയ്ത് പറയുന്ന ആളുകളുടെ വാക്ക് മാത്രമേ അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ വരൂ. മനസ്സിലാക്കണം. ശ്രദ്ധ നല്ലതാണ്, സൂക്ഷ്മത നല്ലതാണ്, വൃത്തി നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ച് അതിൻ്റെ പേരിൽ പേടിച്ച് ജീവിക്കുന്നതിലൊന്നും കഥയില്ല. മനസ്സിലാക്കണം. ഞങ്ങൾ രേഖാമൂലം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആരോഗ്യ വകുപ്പിലും ഈ വിഷയത്തിൽ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ ശേഷി, രാത്രികാലങ്ങളിൽ പാത്രം തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം സ്ത്രീകൾ പഠിക്കണം. രാത്രികാലങ്ങളിൽ പാത്രം കമിഴ്ത്തി വെക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കിനെയും രാത്രികാലങ്ങളിൽ എല്ലാ വർഷത്തിലും ഒരു രാത്രി ആകാശമേലാപ്പിൽ നിന്നും ചില പ്രത്യേക രോഗം ഇറങ്ങും. അത് ഏത് നാട്ടിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരു തവണ അത് കൊച്ചിയിലായിരിക്കും, മറ്റൊരു തവണ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലായിരിക്കും, പിന്നൊരു തവണ വയനാടിലായിരിക്കും, പിന്നൊരു തവണ കണ്ണൂരായിരിക്കും. എവിടെയാണെന്ന് പറയാൻ പറ്റൂല. രോഗമിറങ്ങുന്നൊരു രാവുണ്ട് വർഷത്തിലൊരു രാത്രി. അത് ഏത് രാത്രിയിലും ആവാം. അതുകൊണ്ട് തന്നെ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുലുമത്തിൽ ലൈൽ, അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുലുമത്തിൽ ലൈൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇരുട്ട് വ്യാപിച്ചാൽ ആകാശമേലാപ്പിൽ നിന്നും ഇറങ്ങി വരാൻ സാധ്യതയുള്ള ചില വിപത്തുകളെ തൊട്ട് കാവലിന്റെ ചോദിക്കണം വിശ്വാസി. അപ്പൊ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന, രോഗം വരാതിരിക്കാൻ ഭക്ഷണം, രോഗം വരാതിരിക്കാൻ വ്യായാമം, രോഗം വരാതിരിക്കാൻ വിശ്രമം, രോഗം വരാതിരിക്കാൻ വസ്ത്രം, രോഗം വരാതിരിക്കാൻ വെള്ളം, രോഗം വരാതിരിക്കാൻ പാല്, രോഗം വരാതിരിക്കാൻ പഴം.
ഇതൊക്കെയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ അധ്യാപനങ്ങൾ. ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട്. ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് എന്നെൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഒന്ന്, മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്നു, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? രോഗത്തിൻ്റെ പേരിലുള്ള ചികിത്സകൾ വിജയിക്കുന്നില്ല. ഇത് ഡോക്ടേഴ്സിൻ്റെ കുറവൊന്നുമല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും ശാസ്ത്രശാഖയിലെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ചികിത്സകൾ വിജയിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അനുഭവത്തിലില്ല. ഉള്ളവർ പറയട്ടെ, പ്രമേഹ രോഗം വന്നിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് പറയട്ടെ. ഞാൻ ഒരു 4-5 മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും എനിക്ക് പ്രമേഹം ഇല്ലാണ്ടായി, എന്നാൽ അങ്ങനെ പറയട്ടെ. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചികിത്സിച്ചു, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. നിങ്ങൾ പറയും. കാൽമുട്ടിന് തേയ്മാനം വന്നു, അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാണ്ടായി, അങ്ങനെ ഒരു 5-6 മാസം മരുന്ന് കുടിച്ചു, ഇപ്പം നല്ല റാഹത്താണ്, ഇപ്പം മരുന്ന് കുടിക്കണില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. ചില ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. മുപ്പത് വർഷം പഴക്കമുള്ള തലവേദന. സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമൂല്യ ഔഷധ ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച് 2 മാസം കൊണ്ടൊക്കെ ശിഫയായിട്ട് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ പിന്നെ 30 കൊല്ലം എന്തിനാ തലവേദന എടുത്തത്? ഇതാണ് റസൂലുള്ളാഹിൻ്റെ സയൻസും മനുഷ്യന്മാരുടെ സാധാ മനുഷ്യന്മാരുടെ സയൻസും വഹീ കിട്ടിയ മനുഷ്യൻ്റെ സയൻസും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ലോകത്ത് 3 തരം സയൻസ് ഉണ്ട്. ഒന്ന് വഹീ കിട്ടിയ സയൻസ്, ഒന്ന് ഊഹത്തിൻ്റെ സയൻസ്, ഊഹം. യൂറോപ്യൻ സയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, യൂറോസെൻട്രിക് സയൻസ്. മറ്റൊന്ന് മിത്തുകൾ, സങ്കല്പങ്ങളിൽ നിന്നുണ്ടായ സയൻസ്, ചില കഥകളിൽ നിന്ന്, ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടായ സയൻസ്. ലോകത്തിൻ്റെ വ്യാപകമായ 3 സയൻസുകൾ. ഒന്ന് വഹീനാൽ രൂപപ്പെട്ട സയൻസാണ്. മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീ പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത, വഹീൻ്റെ സംസാരത്തിൻ്റെ മാനദണ്ഡം വഹീ. സമൂഹത്തോട് വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീ പ്രകാരം. നമ്മുടെ ഒരു നിർഭാഗ്യം, ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും നിർഭാഗ്യം എന്ന് പറയുന്നത് വഹീനാൽ രൂപപ്പെട്ട സയൻസ് അനുഭവിക്കാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന ദുർഭാഗ്യമാണ്. അപ്പൊ വഹീനാലുണ്ടായ സയൻസ്, ആ സയൻസിന്റെ ധൈര്യത്തിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞ വാക്കെന്താണ്? മാ അൻസലല്ലാഹു ദാഅൻ. അല്ലാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ, മനുഷ്യനു മേൽ അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ഇല്ലാ അൻസല ലഹു ശിഫാ. ആ രോഗത്തിന്റെ ശിഫയെ ഇറക്കിയിട്ടല്ലാതെ അപ്പൊ there is not incurable disease. എൻ്റെ അർത്ഥം അങ്ങനെയാണ്, വിട്ടുമാറാത്ത രോഗമില്ല.
ശിഫയില്ലാത്ത രോഗമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ. നിങ്ങൾ ഏത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? തൗഹീദ് പറയുമ്പോൾ തന്നെ ശിർക്ക് കലർന്ന വർത്തമാനം പറയാൻ, തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ജൂത ഇസത്തിൻ്റെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഇസത്തിൻ്റെയും ചേരുവ ചേർത്ത വർത്തമാനം പറയാൻ ഈമാന്റെ അഹ്ലുകാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? അതുകൊണ്ടല്ലേ നിങ്ങളെ ഈ ചില പ്രയോഗങ്ങൾ നടത്തിയത്. മാറാരോഗം അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുണ്ടെങ്കിൽ പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. മാറാരോഗം എന്നൊന്നുണ്ടോ? ഹദീസു ഷരീഫ് സിഹാഹു സിത്ത പരിശോധിച്ചാൽ, ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവമായി കണ്ട ചില ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന്, കെട്ടുകഥകളിൽ നിന്ന്, സയൻസ് ഉണ്ടാക്കിയവരുടെ വർത്തമാനങ്ങളിൽ നിന്ന്, അവിടെയാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അള്ളാഹുവിൽ നിന്നുള്ള വഹീ പ്രകാരമല്ലാത്ത സംസാരിക്കാതെ ദൂതൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വർത്തമാനം മാറാത്ത രോഗമില്ലെന്ന്. നിങ്ങൾ പറയുന്നു മാറാ രോഗം എന്ന്. നിങ്ങൾ ആരുടെ ആളാണ്? നിങ്ങൾ ആരുടെ ആളാണ്? നിങ്ങൾ ആരുടെ ആളാണെന്ന് എൻ്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളാണോ? സുന്നി യുവജന സംഘം ഒരാദർശത്തെ, സംഘടനക്ക് പേര് വെച്ച ഒരു സംഘമാണ് സുന്നി. സുന്നത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇത്തിബാ സുന്നക്കെതിരാകുമ്പോൾ വരുന്ന രോഗം എന്നാണ് അർത്ഥം. ജീവിതശൈലി രോഗമാണല്ലോ പുതിയ കാലത്തെ രോഗം. ജീവിതശൈലി രോഗം എന്നാണ് പുതിയ കാലത്തെ രോഗങ്ങളെ വ്യാപകമായി വിളിക്കുന്നത്. ജീവിതശൈലി രോഗം എന്ന് മലയാളത്തിൽ പറയുന്നത് എന്തിനെയാണ്? ഇത്തിബാ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് വരുന്ന രോഗങ്ങൾ എന്താണ് അർത്ഥം? അപ്പൊ രോഗം വരാത്ത ജീവിതശൈലി ഏതാണ്? സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി. ഇതാരുടെ മുമ്പിലാണ് നമുക്ക് പറയാൻ പറ്റാത്തത്? CK രാമേന്ദ്രൻ സാർ എന്ന ഹൈന്ദവ സഹോദരൻ, ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യമുള്ള വലിയ വിശ്വഗരൻ, അലോപ്പതിയിൽ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ളയാൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാവിശ്വഗരൻ, ആയിരക്കണക്കിന് ഡോക്ടർമാരുടെ ഗുരുവര്യൻ, അദ്ദേഹം കോഴിക്കോട് അങ്ങാടി പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി വരും കാലം രോഗമില്ലാതാവണമെങ്കിൽ ഖുർആനിക വൈദ്യശാസ്ത്രം ഉയർന്നു വരണം. ഇത് ഖുർആന്റെ അഹ്ലുകാർ പറയൂല. അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലും നിങ്ങളുടെ എന്താ പറയാ, പേരുകൾ വ്യാപകമാണ്. രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ പേരുകൾ വ്യാപകമാണ്.